ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 66. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ദ ഗെയിം ചേഞ്ചർ എനിക്ക് തോന്നിയ ഒരാളെ ഞാൻ ആദ്യമേ പറയുകയാണ്, നെവിനാണ് ഇന്ന് കളിച്ചത്. ലൈവ് കണ്ടവർക്ക് അത് കുറച്ചും കൂടി കണക്ട് ആയിട്ടുണ്ടാവും. നെവിൻ കളിച്ചടേ, ഇത് ഞാൻ എടുത്തന്നെ പറയാൻ കാരണം എന്താ അറിയോ, നെവിൻ എന്താണെങ്കിലും വോട്ട് താഴെയായിരിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഹൈപ്പ് ചെക്കന് കിട്ടിയ ബാക്കി കുറെ ആൾക്കാരുടെയും കൂടുതൽ അതിനകത്ത് ആള് കുറെ സമയത്തൊക്കെ മടിയനാണ്, ഒന്നും ചെയ്യാതെയും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും കഴിഞ്ഞ 1-2 ദിവസമായിട്ട് അനുമോളോടുള്ള ഒരു ദേഷ്യവും വാശിക്കും നെവിൻ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. വാശിയും ദേഷ്യമാണ്. അനുമോള് മറ്റേ ഇതിന് നോമിനേറ്റ് ചെയ്തതിനു ശേഷം ഭയങ്കര ദേഷ്യമാണ്. അപ്പോ എന്താണെങ്കിലും ആള് കളിച്ചു തുടങ്ങി. നല്ലതാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ബിഗ് ബോസ് സീസൺ 7 ഒരു ദിവസം തുടങ്ങുമ്പോൾ ആദ്യത്തെ മോർണിംഗ് കണ്ടന്റ് മേക്കർ അനീഷ് ഇന്ന് ബിഗ് ബോസിനോട് സുപ്രഭാതം പറയാൻ മറന്നുപോയിട്ട് ലാസ്റ്റ് ബിഗ് ബോസ് വിളിച്ച് സുപ്രഭാതം അങ്ങോട്ട് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അനീഷിന് ഇന്ന് രാവിലെ മുതൽ ഒരു ഇളക്കമാണ്. അത് എവിടെ കണ്ടന്റ് ഉണ്ടാക്കും, അത് നേരെ അടുക്കളയിൽ കയറണോ, അത് എവിടെ കിട്ടും നോക്കിയാണോ അപ്പോൾ ആദിലി നോറി അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ രാവിലെ മുതൽ കുറച്ചു നേരം കിട്ടിയാൽ മതി. അതായത് രാവിലെ മുതൽ ഞാൻ നിങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ക്യാപ്റ്റൻ ആയപ്പോൾ നിങ്ങൾക്ക് എണീച്ച് വരാൻ പറ്റി. അതെന്ത് വർത്താനം അനീഷ് പറയുന്നത്? ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അയാളെ റെസ്പോൺസിബിലിറ്റിക്ക് ഉയർന്ന് മുകളിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കാര്യമില്ലേ? അതിനെന്താ ഒരു പ്രശ്നമുള്ളത്? ഇനിയിപ്പോൾ അതൊരു ഗെയിമാണ്. അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ അവർ നന്നായിട്ട് കളിക്കുന്നു. അല്ലാത്ത സമയത്ത് അവർ ഓപ്പോസിറ്റ് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യാൻ ആർക്ക് പറ്റണം? അനീഷിനെ കൊണ്ട് പറ്റണം. അത് ഗെയിമാണ്, ഓക്കെ. അല്ലാതെ അവിടെ ഇപ്പോൾ ഈ സത്യം, നേർമ, നീതി അങ്ങനത്തെ പരിപാടിക്കൊന്നും ഒരു സ്കീം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ അതിനുശേഷം ആദില എന്ത് ചെയ്തു? ആദില പ്രൊവോക്ഡായി. ആദിലയാണ് എനിക്ക് തോന്നുന്നു അനീഷിന് ഏറ്റവും കൂടുതൽ അവിടെ എതിരെ നിൽക്കുന്ന ഒരു പ്ലെയർ. ആദില പ്രൊവോക്ഡായി. ആദില വീട് വിറ്റു, സ്ഥലം വിറ്റു, വീട് വിറ്റു എന്നല്ല, സ്ഥലം വിറ്റു, നെൽപ്പാടം വിറ്റു, മറ്റേത് വിറ്റു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അനീഷ് തിരിച്ച് കൊളാബറേഷന്റെ കാര്യം പറഞ്ഞു. അതായത് അനീഷ് പറയുന്ന പോയിന്റ് ഇതൊക്കെയാണ്, ഇത് പുറത്ത് പറയാൻ പാടില്ല ബിഗ് ബോസിൽ കിട്ടിയ എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ, അപ്പൊ നിങ്ങൾ കൊളാബറേഷൻ ഒക്കെ ആയിട്ട് വരുന്നത് പുറത്ത് പറഞ്ഞിട്ടല്ലേ എന്നുള്ളത്. അപ്പൊ ഈ അനീഷിന് ഒരു ഐഡിയ ഇതിനെ കുറിച്ചില്ലേ? ബിഗ് ബോസിന്റെ ടീം തന്നെ നമ്മളോട് അല്ല, അനീഷിന് PR എന്താന്ന് അറിയില്ല. അനീഷ് ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല അനീഷ് സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് PR ചെയ്യിച്ചെന്ന് ഞാൻ പറയുന്നില്ല. PR അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് പറയുന്നതാണ് ഏറ്റവും വലിയ ബ്ലണ്ടർ. കാരണം സെൽമി ദ ആൻസർ മുതൽ എന്താണ് ഒരു റിയാലിറ്റി ഷോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയുന്ന വ്യക്തിയാണ് അനീഷ്. ഓക്കെ, വളരെ കൃത്യമായിട്ട് അനീഷിന് അറിയാം. ആ അനീഷിന് സോഷ്യൽ മീഡിയ എന്താണെന്നറിയാം. വീഡിയോസ് ചെയ്യാറുണ്ട് അനീഷ്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലച്ച് പിടിച്ച് ബിഗ് ബോസ് കയറണം എന്നുള്ളൊരു വാശിക്കാണ് അനീഷ് ലീവ് എടുത്ത് വരെ ബിഗ് ബോസിന് ട്രൈ ചെയ്ത്. ആ അനീഷിന് PR എന്താണെന്നറിയില്ല, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ അനീഷ് സ്വയം പൊട്ടനാവുകയാണെങ്കിൽ അയക്കോ. ഞാൻ ഇപ്പോഴും പറയുന്നു, അനീഷ് ഒരു PR കൊടുത്തു വന്ന വ്യക്തി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അനീഷിന് വേണ്ടി അനീഷ് ചെയ്യണ്ട, മനസ്സിലായോ? അനീഷിന് ബാക്കിയുള്ളവർക്ക് ചെയ്യാലോ, അങ്ങനെ ആവാം. അനീഷിന് വേണ്ടി ബാക്കിയുള്ളവർക്ക് ചെയ്യാം. അനീഷ് അറിഞ്ഞിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മേ ബി അറിയില്ലായിരിക്കാം. ഇപ്പൊ ഞാൻ പറയാം, മേ ബി അനീഷിന് അതിനെ കുറിച്ച്. അപ്പൊ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി, ഇനിയിപ്പോ അതൊക്കെ പറയുമ്പോ അതും പറയണല്ലോ. അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു നേരെ പോക്കാണ്. അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് എപ്പോഴും സത്യസന്ധത, നേരെ പോകുന്നുള്ളൊരു ഐഡിയ ആണ്. ചിലപ്പോൾ അനീഷ് പുറത്തിറങ്ങുമ്പോഴായിരിക്കും അറിയുന്നത് അനീഷിന് വേണ്ടിയിട്ട് PR ചിലപ്പോൾ ബ്രദറോ ബാക്കി ആരെങ്കിലോ വെച്ചിട്ടുണ്ടാവും. PR മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് അനീഷിന് ചിലപ്പോൾ അറിവുണ്ടാവണമെന്നില്ല. ഓക്കെ, അനീഷ് അപ്പൊ ഈ നേരെ പോകുന്നുള്ളത് എനിക്ക് തോന്നുന്നത് അനീഷിന് അത്രയും ഉറപ്പാണ്. ക്യാമറയിലൊക്കെ നോക്കി പറയാൻ പറഞ്ഞത്. പിന്നെ അതല്ല, അത് വേറെ കാര്യം. അത് ബിഗ് ബോസിന്റെ ടീമിനോട് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അനീഷ് പുറത്തുള്ള ആളുകൾക്ക് അനീഷ് എന്തിട്ട് കൊടുക്കുകയാണ്? ആദിലാനോറ പറഞ്ഞത് തെറ്റാണെന്നുള്ളത് ഇട്ട് കൊടുക്കുകയാണ് അനീഷ്. അത് അനീഷ് ജിൻഡോ 2.0 ആയതാണ്. ശരിക്കും ജിൻഡോ ക്വാളിറ്റി ഇല്ലാത്തവനാ, അനീഷിന് ക്വാളിറ്റി, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ആ പറഞ്ഞ പാറ്റേൺ, ആ ഉപയോഗിക്കുന്ന പാറ്റേണിന്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അനീഷ് ഇവർക്ക് ഈ പറഞ്ഞ എന്താ പ്രൊമോഷൻ പരിപാടികൾ അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ അനീഷ് അവിടെ പാളി. കാരണം ഷാനവാസ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷാനവാസ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ അനീഷിനോട്. പ്രൊമോഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് കൊളാബ് കിട്ടുന്ന കാര്യം പറഞ്ഞു കഴിയുമ്പോഴൊക്കെ അതൊക്കെ ബിഗ് ബോസിന്റെ ടീം തന്നെ നമ്മളോട് പറയാറുണ്ട്. ഡ്രസ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന മോഡൽ ഡ്രസ്സുകൾ ഇന്ന രീതിയിൽ എടുത്തിട്ട്. അപ്പൊ ആരോടും പറയാതെ നമുക്ക് വീട്ടിൽ നിന്ന് തയ്ച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് പാടാണ്.
അനീഷ് ആണെങ്കിലും അതിനൊരു പ്രിപ്പറേഷൻ നടത്തിക്കാണും. നിങ്ങൾക്ക് ഷർട്ടും പാൻറ്റും ഇട്ടാൽ മതി, അവർക്ക് കുറെ ഡ്രസ്സുകൾ ഡിസൈൻ ഇത് ബിഗ് ബോസിന്റെ ടീം ഡിമാൻഡ് ചെയ്യും, വീക്കെൻഡിൽ നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഡിമാൻഡ് ചെയ്യും അവര്, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് അനീഷ് ടിക് ഫോർ ടാക്ക് ആണ്. അനീഷ് സ്ഥലം വിറ്റു എന്ന് പറയുമ്പോൾ അവർക്ക് തിരിച്ചിട്ട് നിങ്ങളെല്ലാം പ്രൊമോഷൻ അല്ലേ എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു. ഒരു ടിക് ഫോർ ടാക്ക് അവിടെ അനീഷ് വർക്ക്ഔട്ട് ചെയ്തു. അല്ല അത് കൃത്യമാണ്, അത് ഇപ്പോഴെങ്കിലും ആ വീട്ടിലെല്ലാരും മനസ്സിലാക്കിയത് വളരെ നല്ല കാര്യം. കാരണം രാവിലെ നീച്ചു കഴിഞ്ഞാൽ അനീഷിന് എന്തെങ്കിലും ഒരു കണ്ടന്റ് പിടിച്ചേ പറ്റൂ എന്നുള്ളത് അനീഷിന്റെ ഒരു രീതി ആയതുകൊണ്ട് അനീഷ് ആ കണ്ടന്റ് വാരി വാരി പിടിക്കും. ഓക്കെ, അപ്പൊ അനീഷിന്റെ വകയുള്ള ആ ഒരു കണ്ടന്റ് നാടകം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ സംഭവിച്ചത് എന്താ? അവിടെ ലക്ഷ്മി ആര്യനും തമ്മിൽ ചെറുതായിട്ടൊന്നും നല്ല കാര്യം ഉദ്ദേശിച്ചത്, പക്ഷെ ലക്ഷ്മി അപ്പോഴേക്കും അത് അങ്ങനെയല്ല ഇങ്ങനെയല്ലാണ്ട് തിരിച്ചു കൊടുത്തു. അപ്പൊ എന്താ ചെയ്തു പറഞ്ഞു. ലക്ഷ്മി ആര്യനും അപ്പൊ രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ലക്ഷ്മിന്റെ ഭാഗത്താണ് കറക്റ്റ്. ലക്ഷ്മിന്റെ ഭാഗത്താണ് കറക്റ്റ്. അതിലേക്ക് നമുക്ക് വരാം. ഇനി അടുത്ത പറയാനുള്ളത് സൈക്കിള് കൊടുന്ന് വെച്ച് 3 എണ്ണം, ഗ്യാസ്, വാഷ്റൂം, വാട്ടർ. അത് എനിക്ക് ഇതൊരു ഫുൾ പണിയായിട്ട് കൊടുത്ത അടിപൊളിയായിരുന്നു. ഇത് ഈ ഗെയിം, ഈ മാരത്തോൺ മറ്റേ ഡാൻസിനിടയിൽ ഇതൊരു പണിയായപ്പോ ഇതിന്റെ ഒരു ചാമ് നഷ്ടപ്പെട്ടു, ഇമ്പോർട്ടൻസ് പോയി. ശരിക്കും ഇത് ഇതിനിടയിൽ കൊടുക്കേണ്ട പണിയല്ല. അത് ബിഗ് ബോസ് വിചാരിച്ചത്ര ഏറ്റില്ല തോന്നുന്നു. അത് വേണ്ട സമയത്ത് മാത്രം ചെയ്യാതെ അത് ശരിക്കും എനിക്കിപ്പോഴും ഓർമ്മ 4th സീസണാ തോന്നുന്നു നിർക്കാതെ ചെയ്തിട്ട് അവരിങ്ങനെ തോന്നുന്നുണ്ട് കഷ്ടപ്പെട്ടിരുന്നങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ വയ്യാതെ ഇരുന്നു അവരൊക്കെ എല്ലാരും കൂടി ചെയ്തിട്ട്. ശരിക്ക് ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് പോലെ കൊടുക്കുന്നത് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. അറിയില്ലല്ലോ ഒരു ടാസ്ക് കൊടുക്കാൻ, അങ്ങനെയാണല്ലോ ഉണ്ടാവുന്നത്. അല്ല ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ടാസ്കിന്റെ കാര്യത്തിൽ ശോകമാണ്, ഈ സീസണിൽ ശോകമാണ്. പക്ഷെ കോൺസെപ്റ്റ് വാസ് ഗുഡ് തുടക്കത്തില്. ഇപ്പൊ ആ കോൺസെപ്റ്റും പോയി. നമ്മളുടെ സീസണില് മറ്റേ പൊട്ടിയ പോലെ ഇതേ പണിപ്പുരിയും പൊട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ബേസിക്കലി ബാക്ക് ടു നോർമൽ ബിഗ് ബോസ് കോണ്ടന്റിലേക്കാണ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഗുഡ്. പിന്നെ അനുമോളുടെ ഡാൻസ്, അനുമോളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്, അനുമോൾ ഒരു പെർഫോമറാണ്. ആ വീട്ടിൽ വേറെ ആരേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യേണ്ട ആളുകളാണ് അനുമോള്, ബിന്നി, ഇവരൊക്കെ ആർട്ടിസ്റ്റുകളാണ്. ഷാനവാസ്, ഓക്കെ, ഷാനവാസിനേക്കാൾ കൂടുതൽ ഇവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ആര്യൻ, ഇവരൊക്കെ പെർഫോമേഴ്സ് ആണ്, അവർ പെർഫോം ചെയ്യണം. അപ്പൊ ഒരു ഭയങ്കര വാവ് അല്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞാൽ നമ്മള് ഞെട്ടി കാണേണ്ട കാര്യമൊന്നുമല്ല അനുമോളുടെ ഡാൻസ്. അനുമോൾ പെർഫോം ചെയ്തു. അനുമോൾ ജസ്റ്റ് അവർക്ക് ഈസിയാണ്, കംഫർട്ടബിൾ സോണാണ് അനുമോൾ. അത് അനുമോൾ എന്ത് ചെയ്തു, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അനുമോള്. പക്ഷെ അനുമോളേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തത് നെവിനാണ്. നെവിന്റെ ഡാൻസ് ബോഡി ലാംഗ്വേജ് നല്ല രസമുണ്ട്. അപ്പോൾ ആ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം നെവിൻ അവിടെ നിന്ന് പാത്രം കഴുകുന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞു, നെവിൻ ദ ഗെയിമർക്ക് ഒരാളോട് ദേഷ്യം തോന്നിയാലോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു നെവിൻ കളിക്കാഞ്ഞിട്ടാണ്. നെവിൻ ലേസിയാണ്, ഭയങ്കര എന്താ പറയാ, ബുദ്ധിപരമാണ്. അത് പൊട്ടത്തരം എന്ന് പറയാൻ പറ്റില്ല. നെവിൻ ലേസിയാണ്. നെവിൻ ഈ ലേസിനെസ് മാറ്റിയിട്ട് നെവിൻ കൃത്യമായി കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല ഗെയിം. അക്ബർ വന്ന് പറഞ്ഞു അല്ല അക്ബർ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് മുമ്പ് തന്നെ നെവിൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മെല്ലെ മെല്ലെ പാത്രം കഴുകുക, കഴുകി വെച്ച പാത്രം തന്നെ വീട്ടിൽ ആരാ സൈക്കിളിൽ ഇരിക്കുന്നത് നോക്കി പിന്നെയും പണി കൊടുക്കുക. അതൊക്കെ അങ്ങനെ തന്നെയാണ് ആ ഗെയിം കളിക്കണ്ടേ. എന്നിട്ടാണ് അതിന് ഫൈറ്റ് ഉണ്ടാവേണ്ടത്. ഇതാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചത്, ആ ഗെയിം കളിച്ച് ഫൈറ്റ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ഫൈറ്റ് ഉണ്ടായത് എന്താ, അവിടെയും ആദിലും അനീഷും തന്നെയാണ് ഫൈറ്റ് ഉണ്ടായത്. അവര് തമ്മിലാണ് ഫൈറ്റ് ഉണ്ടായത്. അത് അതിന്റെ മുകളിൽ ആൾക്കാർ ഇരുന്ന സമയത്തും ആദില മാറ്റിയിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇത് വീണ്ടും ഫോക്കസ് പോണത് ഈ ആദില അനീഷ് സാധനത്തിന് മുകളിൽ അവിടെ ഫോക്കസ് തന്നെയാണ് പോയി. അപ്പൊ അതങ്ങനെയാണ്. ശരിക്കും മറ്റേ ഫൈറ്റ് ആയിരുന്നു കുറച്ചും കൂടി വേണ്ടിയിരുന്ന ഫൈറ്റ്. അതിന് അക്ബറും ശ്രമിച്ചിരുന്നു ജസ്റ്റ് പോയി പറഞ്ഞിട്ട്. നെവിൻ അത് കുറച്ചും കൂടി നന്നായി അത് എക്സിക്യൂട്ട് ചെയ്തു. അക്ബറിന്റെ ഡാൻസ് 5 പൈസക്ക് പെർഫോമൻസ് വാസ് വേസ്റ്റ്. അക്ബറിന് പാട്ട് പാടാൻ അറിയില്ല, ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് മനസ്സിലായി. അപ്പൊ അത് ഭയങ്കര മോശമായിരുന്നു. എന്നാലും മോശം പെർഫോമൻസ് ആയിരുന്നു കൂട്ടത്തിൽ. ഇപ്പൊ ഞാൻ ഇന്നലെ ഞാൻ വിചാരിച്ചു ഷാനവാസ് ആയിരിക്കും മോശം പെർഫോമർ. പക്ഷെ ഷാനവാസിനേക്കാൾ കുറച്ചും കൂടി. പിന്നെ അതിനുശേഷം നമ്മുടെ പ്ലാച്ചിയുടെ വരവ്, അവന്റെ വരവാണ്. പ്ലാച്ചി കണ്ടന്റ് മേക്കർ. നെവിന്റെ മുഖം കാണിരുന്നു പ്ലാച്ചി വന്ന് വീണ സമയത്ത്. അയ്യോ ഭൂത്തരാണ്ടോ പോലെ നെവിൻ ചാടി കളിച്ചിരുന്നത്. പ്ലാച്ചി ദ കണ്ടന്റ് മേക്കർ വന്നിരിക്കുകയാണ്. ഈ പ്ലാച്ചി ദ കണ്ടന്റ് മേക്കറിനെ നമ്മുടെ നൂറെടുത്തിട്ട് പാവാടേന്റെ അടിയിൽ വെച്ച് അവിടെ കുറച്ച് സംസാരം നടന്നിട്ടുണ്ട്. ആര്യന്റെ മാത്രല്ല നൂറയുടെ ആദിലേന്റെ ഒക്കെ ഒരു
ലൈക്ക് ഇന്നത്തെ മൊത്തം ബിഗ് ബോസിന്റെ ലൈവ് നിങ്ങൾക്ക് കണ്ടറിയാം. അവിടെ ഇവിടെയൊക്കെ ഡബിൾ മീനിങ്ങും കുറച്ച് കുൽസിത പരിപാടികളൊക്കെ ആയിട്ട് പറഞ്ഞു. അതിനകത്ത് പറഞ്ഞു പോകൂടെ, രസമാണ്. അല്ലാതെ അതൊരു അരോചകമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കണ്ടന്റ് വൈസ് എടുത്ത് വെക്കാൻ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ഞാനും അർജുനും, ഇപ്പൊ ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഞങ്ങള് നെസ്റ്റ് റൂമിന്റെ മുന്നിൽ ഒരു കമ്പി വളഞ്ഞിങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. വളഞ്ഞിങ്ങനെ പൊങ്ങി നിൽക്കുക. അതിൽ അർജുനും ഞാനും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പൊ സിജോ വന്നിട്ട് വെച്ചിട്ട് എന്താന്ന് വെച്ചു, നമ്മളെ കമ്പി പൊന്തി, കമ്പിയായി. ഞങ്ങളിങ്ങനെ പറയാ, അതൊന്നും ടെലികാസ്റ്റ് ചെയ്ത് നമുക്ക് അറിയില്ല. വൻ സീനായിരുന്നു ആ സാധനം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫണ്ട്, നമുക്ക് എന്താണെങ്കിലും നമ്മള് പുറത്ത് 2 ഫ്രണ്ട്സ് കൂടുന്ന സമയത്ത് കുറച്ച് ഐറ്റങ്ങളാണ്. ഓക്കെ, അപ്പൊ അതങ്ങനെ അവിടെ കുറച്ച് മായാമോഹിനി എനിക്ക് നോക്കാൻ പറ്റില്ല, നീ നോക്കൂ. അതിലേക്ക് നോക്കാൻ പറ്റും, ഞാൻ നോക്കില്ല, നീ നോക്കിക്കോന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മളുടെ ബിന്നിയുടെ പെർഫോമൻസ്, ബിന്നിക്ക് കിട്ടിയ വേഷം ഭയങ്കര സീനാണ്. സുഖം ഉണ്ടായിരുന്നില്ല, ബിന്നിക്ക് പറ്റിയൊരു ഐറ്റം ആയിരുന്നില്ല. ബിന്നിനെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സൈഡാക്കി. ഓക്കെ, അപ്പൊ അതിനുശേഷം അക്ബറിന്റെ വക കുറച്ച് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. മറ്റേ മിന്നൽ മുരളി ക്യാരക്ടറിനകത്ത് ഇരുന്നോണ്ട് ശരിക്കും ഇവര് തമ്മിലൊരു ബോണ്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ. അക്ബറും ആര്യനും അക്ബറും സാബുമാനും ഒരു ബോണ്ട് തുടങ്ങുന്നുണ്ട്. ആര്യനും നിവിനും ഒരു സാധനം തുടങ്ങുന്നുണ്ട്. ഇത് ഇനി എങ്ങനെ ഗ്യാങ് ആവാറ്, നിവിനും ആര്യനും അക്ബറും സാബുമാനും കൂടി ഒരു ഗ്രൂപ്പ് ആയാൽ അടിപൊളിയായി ഗ്രൂപ്പ് ആയിരിക്കും. അത് അതിനുള്ള ചാൻസ് ഞാൻ കാണുന്നു. മുന്നേ അനീഷ് ഷാനവാസ് കൊമ്പ് ഹിറ്റാന്ന് ഷാനവാസ് അറിഞ്ഞിരിക്കുന്നു. അത് കാര്യമൊന്നുമില്ല, അതാണ് ഷാനവാസ് പിന്നാലെ പിടിച്ചിരുന്നത് കുറച്ച്. പിന്നെ അനീഷിന്റെ പെർഫോമൻസ് ആണ് വന്നത്. അനീഷിന്റെ പെർഫോമൻസും പക്ഷെ ശരിക്കും അനീഷിന് സ്കോർ ചെയ്യാൻ സത്യത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിയ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത് ഇന്ന് ഭയങ്കര സാഡ് ആയിട്ട് എല്ലാരും കൂടി കച്ചറുണ്ടാക്കി ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കുറെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി. കാരണം ജോക്കറാണ് ആ സിനിമയിലെ റോള് വെച്ചിട്ട് ഇവനെ കുറെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇറക്കായിരുന്നു. ഒന്നുമില്ല, ഇറക്കണ രീതിയില് തെണ്ടണ രീതിയില് സങ്കടപ്പെട്ടിരിക്കണ അങ്ങനെ ഇറക്കും തെണ്ടൊന്നും വേണ്ട. ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. കരഞ്ഞിട്ട് അത് കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അതാണ് കണക്ട് ചെയ്തിട്ട് ഇവിടുത്തെ PR ബാക്കി പണി. എന്താണെങ്കിലും പക്ഷെ അനീഷ് ആസ് എ പെർഫോമർ അയാൾക്ക് പെർഫോം ചെയ്യാൻ താല്പര്യം, അയാൾ പെർഫോം ചെയ്തു. ദാറ്റ് വാസ് ഗുഡ്. ആദില ഞെട്ടിച്ചോളി, ആദിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുള്ളൂ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് നന്നായിട്ട് ചെയ്തിട്ടാ. അത് കഴിഞ്ഞിട്ടാണ് നെവിന്റെ പെർഫോമൻസ്. ഒരു രക്ഷയില്ല. നെവിന്റെ ബോഡി ലാംഗ്വേജും നെവിൻ നമുക്കറിയാം അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത്. വൈൽഡ് കാർഡ് വന്ന സമയത്തും നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടാണ് ആ ഒരു രസം തന്നെയായിരുന്നു. ആ എപ്പിസോഡ് കാണിച്ചത് തന്നെ നെവിന്റെ ഡാൻസ് ഭയങ്കര. വൈൽഡ് കാർഡിലെ ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ജിഷിന്റെ. ഞാൻ എവിടെയും കൊടുക്കില്ല. ജിഷിനും ഷാനവാസും തമ്മിലുള്ള ഒരു സിംഗ് ഇത് രസം ഉണ്ടായിരുന്നു. മോശമൊന്നും പറയാനൊന്നുമില്ല. അത്യാവശ്യം പിന്നെ അത് ലക്ഷ്മി ഏറ്റവും നന്നായി കളിക്കുന്ന പുറത്തുനിന്നാണ് സത്യം. ഞാൻ എപ്പിസോഡ് പറയുമ്പോൾ സ്നേഹനോട് പറയുന്നു, ലക്ഷ്മി സ്വന്തം പെർഫോമൻസിനേക്കാൾ കൂടുതൽ പുറത്ത് നിന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള ഡാൻസ് കളിക്കുമ്പോൾ ലക്ഷ്മി ഭയങ്കര രസമുണ്ട്. സ്വന്തം പെർഫോമൻസിന് സമയത്ത് ബോധേഡായി, പുറത്ത് ഇങ്ങനെ എന്ത് ചെയ്യോ എന്തെന്നുള്ള പേടിച്ചോണ്ടായിരിക്കും. അതെ, അല്ലാത്ത പക്ഷം ബാക്കിയുള്ളവർ കളിക്കുമ്പോൾ ലക്ഷ്മി വൻ ഡാൻസാ പുറത്തിരുന്നിട്ട് കൂട്ടിക്കത്തെ ഡാൻസ്. അത് ഇപ്പൊ മിന്നലടിച്ചില്ലേ, ഞാനാ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞിട്ടാ മിന്നലടിച്ചത്. അതില് സാബുമ അതിനും വലുത്. അല്ല, ഞാനാ കൊണ്ടുവന്നത് സാബുമ ഭൂതം. ഞാൻ പറഞ്ഞിട്ടാ വന്നത്. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന്റെ പരിപാടികൾ തുടങ്ങി. ആര്യൻ വേഴ്സസ് സിക്കന്ദറിന്റെ സാധനം ആരും കുറെ റൊമാൻസിലേക്ക് പോകാനൊക്കെ നോക്കിയിരുന്നു. പിന്നെ അപ്പത്തേക്ക് ടാസ്ക് ഇത് കോയിൻ കിട്ടിയതിന്റെ ഒരു കാര്യം പറയാം. ഇതിൽ ആര്യനാണ് ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത്. അതിലിപ്പോൾ ലൈവ് ഇപ്പോൾ ഇതിലില്ല, BB പ്ലസ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണും ആ സംഗതി. ലൈവ് കണ്ടവർക്ക് അറിയാം. നെവിനാണ് കളിച്ചത്. നെവിന് ഉറപ്പാണ് അനുമോക്ക് വേണ്ടി ബാക്കിയുള്ളവർ പണിയും. ഷാനവാസ് ആദില നോറയൊക്കെ ചേർന്നിട്ട് അനുമോൾ എന്ത് ചെയ്യും, ആ സാധനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി. നെവിൻ അവിടെ കളിച്ച കളി ഞാനത് രസം കൊല്ലിയാവുന്നില്ല. നിങ്ങൾക്കത് BB പ്ലസ്സിൽ വരുമ്പോൾ അതിൻ്റെ ഒരു രസം മനസ്സിലാവും. ആ പ്ലസ്സിലുണ്ടാവും. പ്ലസ്സിൽ അത് കാണിക്കും, എന്തായാലും കാണിക്കും. കാരണം ഇന്നത് കാണിക്കാതെ വിട്ടത് പ്ലസ് കാണിക്കാനാ. അവിടെ വൺ ട്വിസ്റ്റ് ഗെയിമാണ്. കറക്റ്റ് സാധനമല്ലേ. ഇപ്പൊ അനുമോൾ അവിടെ ഇരുത്തം. ഇപ്പൊ അത് BB പ്ലസും കൂടി കണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ അത് കണക്ട് ആവും. നെവിൻ എന്ത് കളിയാ കളിച്ചെന്നുള്ളത്. കാരണം 9 പോയിന്റ്. ആ 9 പോയിന്റും കൂടി വെച്ചപ്പോഴത്തേക്ക് എന്തായി, ആട് കേറി ആര്യം മുന്നിക്ക്. അനുമോള അല്ലെങ്കിൽ അനുമോൾക്ക് കിട്ടേണ്ട സാധനം നേരെ ഉൾട്ടടിച്ചാലും പോയി. അത് സത്യത്തിൽ അതൊരു ഗെയിമാണ്.
നല്ല ഗെയിമാണ്. അതായത് അനുമോക്ക് വേണ്ടി ബാക്കിയുള്ള ഒരു ഗെയിം കളിച്ചപ്പോ നെവിൻ എന്ത് ചെയ്തു, ആരതൊന്നും നോക്കിയില്ല. ആരില്ലെങ്കിൽ ആര് നീ 9 കിട്ടി ആർക്ക് അനുമോളെ മുന്നിൽ പോകാൻ പറ്റുവാണ് കൊടുത്തു. കിട്ടാൻ വേണ്ടിട്ട് നെവിൻ കഷ്ടപ്പെട്ട് എരന്നിട്ടുണ്ട്. എരന്ന് മേടിച്ച സാധനമാണ്. അപ്പൊ ആരും അപ്പളെ പ്ലാനിലുണ്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും ഇട്ട് അടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ആ സാധനം മേടിച്ച് ആദ്യം വെച്ചിട്ട് എന്ത് ചെയ്തു, അത് കൊടുത്തു. അത് കിണ്ണം സാധനമാണ്. അതിന് വേണ്ടിട്ട് അവിടെ കരഞ്ഞു വഴി. അനുമോളുടെ റിവെഞ്ച് സാധനം ഉണ്ടല്ലോ, എന്ത് സാധനം, ഒരു സാധനം കിട്ടിയില്ലെങ്കിലുള്ള അങ്ങോട്ട് പറച്ചിലും. അനുമോക്ക് ആകെ ഈ ഒരു ടാസ്ക് മാത്രമേ പെർഫോം ചെയ്യാനുള്ളൂ. അത് നെവിൻ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ഉണ്ട്. ഒരു സാധനം പോലും കളിച്ചിട്ടില്ല ഇതുവരെ. ഒന്നും ഈ സീസണിൽ ഒരു സാധനവും കളിച്ചില്ല. അപ്പൊ ഇനിയിപ്പോ അനുമോളുടെ PR ഓടി പിടിച്ച് ഇന്റെ അടുത്തേക്ക് വരണ്ട, നീ എന്ത് കളിച്ചു എന്ന് വെച്ചിട്ട്. മണി ബോക്സ്, ഹോട്ടൽ ടാസ്കിൽ കല്ല്, അതിന് മുന്നുള്ള ഇൻഡിവിജ്വൽ ടാസ്ക് പലതും ഞാൻ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനോടൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റും അനുമോള്. എന്തെങ്കിലും ഒരു കളിയിൽ അനുമോള് ജയിച്ചതെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാ PR-ന് ഞാൻ പറഞ്ഞു തരാം. 500 വെച്ച് അയച്ചു തരല്ല. ഓക്കെ, അതുകൊണ്ട് അതിട്ടിട്ട് നിങ്ങൾ അടിക്കാൻ പറ്റും. നീ എന്ത് കളിയാണ് കളിച്ചത്, ഒരു ടാസ്ക് പോലും ജയിച്ചിട്ടില്ലല്ലോ. കൊണ്ടു പൊള്ളി പല പ്രശ്നങ്ങളും. അതെ, അനുമോക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പണിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സൈഡിൽ കൂടി ഒളിഞ്ഞോട്ടമായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിലത്ത് ചപ്പാത്തി മാവ് ആര്യം വെച്ച് പോയതിന് ഷാനവാസ് എന്ത് ചെയ്തു, ലക്ഷ്മിക്ക് ആര്യനെ കൊണ്ടുപോയി അതായത് ലക്ഷ്മിയാണ് അവിടെ കിച്ചൺ ടീം ക്യാപ്റ്റൻ. അപ്പൊ ലക്ഷ്മിക്ക് ലക്ഷ്മി അത് കറക്റ്റ് എന്ത് ചെയ്തു പറയും. ഷാനവാസ് ശരിക്കും ലക്ഷ്മിക്ക് വെച്ച വെപ്പാണ്, അല്ലാതെ ആര്യന് ലക്ഷ്മിക്ക് ഇട്ടത്. പക്ഷെ ലക്ഷ്മി അത് തിരിച്ച് ആര്യന്റെ തലയിലിട്ടതല്ല, കറക്റ്റ് പോയിന്റ് ആണ് ലക്ഷ്മി ഷാനവാസിന് കൊടുത്തു. ഷാനവാസ് നീയല്ലേ എന്നോട് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്തു. ഇത് കറക്റ്റ് ആണ്. ലക്ഷ്മി പറഞ്ഞ കാര്യം കറക്റ്റ്. ബിഗ് ബോസ് വീടിനകത്ത് എലിയുണ്ട്. എലി, അണ്ണാൻ, പൂച്ച, എല്ലാ ഐറ്റങ്ങളും ഇതിനകത്തുണ്ട്. എലി പ്രത്യേകിച്ച് മനസ്സിലായി. ഈ കിച്ചണില് നമ്മളുടെ ഒരു സോക്കറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് പവർ ഔട്ട്ലെറ്റ് വരിക. അപ്പൊ ഓവന്റെ ബാക്കില്, ഫ്രിഡ്ജിന്റെ ബാക്കിലൊക്കെ എലികൾ ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ ഓബിയസ്ലി അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കിട്ട് തുറന്നിട്ട് പോകാൻ പറ്റും. മറ്റേ ലക്ഷ്മി പറഞ്ഞ കറക്റ്റ് ഇത് നമുക്ക് കഴുകി ചെയ്യാൻ പറ്റും. മറ്റേതൊക്കെ കഴുകി ഉണ്ടാക്കുകയും ചെയ്ത് ഒരു കാര്യം ആര്യനൊക്കെ സമ്മതിച്ച്. ആര്യൻ അവിടെ എന്ത് ചെയ്തില്ല, ഒന്നും സമ്മതിക്കാതിരുന്നില്ല എന്നുള്ളതൊരു സാധാരണ ആര്യം ഇതിനൊക്കെ നുണ പറഞ്ഞ രക്ഷപ്പെടുക ചെയ്യാം. പക്ഷെ ആര്യം പറഞ്ഞാൽ ചെയ്തു. കാരണം ആര്യനെ പിടിക്കുന്നുള്ള ആര്യനെ മനസ്സിലായതുകൊണ്ടാണ് ആര്യൻ അത് കാര്യമായിട്ട്. ലക്ഷ്മി പറഞ്ഞ കറക്റ്റ് പോയിന്റ്, തുറന്നിച്ച് പോകാൻ പാടില്ല എന്തായാലും ഫുഡ്. അത് ലക്ഷ്മിന്റെ ഭാഗത്താണ് കറക്റ്റ്. അതിനുശേഷം പിന്നെയും അനീഷും ഒക്കെ ഒരു നാടകം. നിങ്ങളാരും അനീഷ് എന്താ പറയാ, അത് ഷാനവാസ് പറഞ്ഞ വളരെ പോയിന്റാ. അവനെല്ലാം കണ്ടല്ല, അനീഷിനെല്ലാം കണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ ഷാനവാസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ ലാലേട്ടൻ പറയുമ്പോ, ലാലേട്ടൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞപ്പോ അല്ല ഞങ്ങള് തമ്മിൽ ഫ്രണ്ട്സാന്ന്, ലാലേട്ടന്റെ മുന്നില് അത് ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പോവും. ഷാനവാസിന് ഇത് ഓൾറെഡി ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാ. അത് അനീഷിന് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ അനീഷ് എന്തായി, അതൊരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് മാറി. അനീഷിന് ഇപ്പൊ എല്ലാം കണ്ടന്റാന്ന് പറയുമ്പോൾ അത് അനീഷിന്റെ ഗെയിം, അതൊരു ബ്രില്യൻ ഗെയിമാണ്. കാരണം ഇന്നിപ്പോ കണ്ടില്ലേ, നിങ്ങൾ ആരും കഴുകി വെച്ചില്ലെങ്കിലും ഞാൻ വെക്കാം. അതെന്താ ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു സഹതാപം വർക്കൗട്ട് ആവുന്ന ഒരു ഐറ്റം ആണത്. ഒരു കോമണറെ കൊണ്ട് പാത്രം കഴുകി. പിന്നെ ഈ അനീഷ് കോമണർ അല്ല, ഇപ്പോന്നല്ല, പണ്ടും അനീഷ് കോമണറാ ആണോ? അനീഷ് സെൽമി ഡാൻസർ ഒരു കാണിയായിരുന്നു. ഓഡിയനായിട്ട് അവിടെ വന്നിരുന്നിട്ട് വെറുതെ പോയതാണ് അനീഷ്. 9 or 10 എപ്പിസോഡില് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫീച്ചർ ചെയ്തിട്ടുണ്ട്. 9 or 10 എപ്പിസോഡിൽ സെൽമി ദ ആൻസർ. എനിക്ക് തോന്നുന്നു ഇതേ നമ്മുടെ ഷോ ഡയറക്ടർ തന്നെയാണ് അതിന് ഷോ ഡയറക്ടർ ആണ് തോന്നുന്നു. ഇഫ് ഐ എം നോട്ട് റോങ് ആണ് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാം അങ്ങേര് കുറെ കാലം പണി തുടങ്ങിയിട്ട്, അങ്ങേക്ക് പണി അറിയുന്ന ആളാ. അപ്പൊ ഇയാള് അന്ന് മുതലേ ഇയാൾ എന്താണ്, അല്ല റിയാലിറ്റി ഷോ താരല്ലേ. ഇപ്പൊ ഇതില് ശരിക്കും ഇപ്പൊ സാബുമാൻ ഒരു ഇൻഫ്ലുവൻസറാ, ഒരു കോമണർ എന്ന് പറയാൻ പറ്റിയ മെറ്റീരിയലാ. ആണോ അല്ലേ? ഇയാൾ ഇൻഫ്ലുവൻസർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അനീഷിന്റെ എത്ര വീഡിയോസ് ഇപ്പൊ കുത്തിപ്പൊങ്ങി അതുണ്ട്. അപ്പൊ അന്ന് ചെയ്ത് വെച്ചതാണോ, ഇൻഫ്ലുവൻസർ ആണോ? ഇൻഫ്ലുവൻസർ എന്ന് പറയാൻ പറ്റുമോ? ഇത് മൈജീന്റെ കോമണർ കോൺടെസ്റ്റിൽ വന്ന ഒരു ഇൻഫ്ലുവൻസർ കം ഒരു എന്താ പറയാ, ഈ പറഞ്ഞ റിയാലിറ്റി ഷോ ഇതിന് മുന്നേ പങ്കെടുത്തൊരു വ്യക്തി. അങ്ങനെ അക്ബറിനെ പറഞ്ഞൂടെ? അക്ബർ ആ പാട്ട് പാടിയുള്ള ആ പ്രോഗ്രാം ആ ഒരു ഷോ കഴിഞ്ഞു. അങ്ങനെ തന്നെ ഇയാള് ഷോ ചെയ്തേ. രണ്ടുപേരും ഒരേ ഷോ, ഒരേപോലെ റിയാലിറ്റി ഷോ ചെയ്തു. റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, അതാ ഞാൻ പറയാം. അപ്പൊ കോമണർ എലമെന്റ്, കോമണർ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കരമായ പാസം അനീഷിന് ഇട്ട് കൊടുക്കുന്നവരാണ് പറയുന്നത്. അതൊക്കെ എന്തോന്നാണ് സംഗതി. മൈജീന്റെ കോമണർ സ്ഥാനത്ത് കൂടി കേറി, അത് പറഞ്ഞാൽ മതി. കൂടുതൽ ഡെക്കറേഷനിൽ ഒരു കോമണർ എന്ന് പറയുന്ന സാധനം കൊടുക്കുന്ന ഗ്രൂപ്പിലും അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലും ഇപ്പോൾ എന്റെ ഇൻബോക്സിലൊക്കെ കൊടുത്ത് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
നോട്ട് എനിമോർ ഗൈസ്, നോട്ട് എനിമോർ എന്നല്ല, ആദ്യമേ അങ്ങനെയല്ല. ഓക്കെ, അയാൾ അത്യാവശ്യം റിയാലിറ്റി ഷോ അറിയുന്ന, ഇത് പണി അറിയുന്ന വ്യക്തിയാണ്. പിന്നെ അവിടെയും ലക്ഷ്മി പറഞ്ഞ പോയിന്റ് കറക്റ്റാ. അനീഷ് കഴുകി വെച്ചു എന്നുള്ളത് അനീഷിന്റെ ഭാഗത്ത് നിന്നത് ലക്ഷ്മി ചെയ്ത പക്കാ കാര്യമാണ്. മനസ്സിലായി, അതൊരു പക്കാ കാര്യമാണ്. കാരണം ആ വീട്ടിനകത്ത് ബാക്കി ആരും ചെയ്യാനത് റെഡി ആയില്ല, അനീഷ് അത് ചെയ്തു. അനീഷ് കണ്ടന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുന്നതാണെങ്കിലും സംഗതി ചെയ്തു അനീഷ്. അതിന് ഞാൻ അനീഷിനെ സമ്മതിച്ചു കൊടുത്തു. അയാൾ ചെയ്യുന്നുണ്ടല്ലോ, ഒട്ടവർ എന്തിനു വേണ്ടിയിട്ടാണല്ലോ അയാൾ ചെയ്യുന്നത്. ഇപ്പോഴാണ് എനിക്ക് ഞാൻ പറഞ്ഞത്, എനിക്ക് പല സ്ഥലങ്ങളിലും ജിൻഡോ കളിച്ചൊരു ഗെയിമിന്റെ സിമിലാരിറ്റി തോന്നുന്നത്. മനസ്സിലായോ? ആരും ചെയ്യാത്ത, അതായത് ഇപ്പൊ നമ്മളടുത്ത് വന്നിട്ട് ഭയങ്കര സങ്കടം, ഞാൻ ചെയ്യണം, നിങ്ങളൊക്കെ അവിടെ വെച്ചോ, ഞാൻ ചെയ്തോണ്ട് നിങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പോയിക്കോ, ഞാൻ ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്യും. രാത്രി ഒറ്റയ്ക്ക് നിന്നിട്ട് വീട്ടിൽ എല്ലാ പാത്രവും കഴുകും, വീട് ഫുൾ അടിച്ചു വരും. മനസ്സിലായി, ഒരു ദിവസം എനിക്ക് ഓർമ്മ ഉണ്ട്, ഫ്ലോർ ഫുൾ അടിച്ചാണ് വരും, ഒറ്റയ്ക്ക് അടിച്ചു വരും. മനസ്സിലായി, അപ്പൊ അത് പറ്റില്ല, ഒരിക്കലും ജിൻഡോ കളിച്ചു. ആ ഗെയിം ഭയങ്കര ഗെയിമാ, അതേ ഗെയിം തന്നെയാണ് ആര് കളിക്കുന്നത്, അനീഷ് കളിക്കുന്നത്. ആ ഗെയിം വൈസ് ഞാൻ പറഞ്ഞല്ലോ, ആ ഗെയിം വൈസ് ആയിട്ട് അത് ബ്രില്യൻ ഗെയിമാണ്, നല്ല ഗെയിമും നല്ല ഹെവി PR-ഉം സെറ്റാ. അനുമോളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് ആ ഗെയിമില്ല. എനിക്ക് പറയുന്നത് ഈ അനുമോളെ PR ചെയ്ത വിനു പോയിട്ട് അനീഷിനാണ് PR ചെയ്തെന്നുണ്ടെങ്കിൽ വേറെ ആരും ഈ സീസണിൽ കപ്പ് വെക്കൂല, നേരെ പോയി അനീഷിന് കിട്ടിയിട്ടുണ്ടാവും. ആ അവസ്ഥയുണ്ടാവും കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി കൃത്യമായിട്ട് അക്ബറിന്റെ അടി ഉണ്ടായിരുന്നു. അപ്പോഴും അക്ബർ വന്ന് പറഞ്ഞു, അക്ബർ അതിനിടയിൽ കൂടി വെറുതെ, അക്ബർ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ കുത്തിത്തിരിപ്പാവുണ്ട്. അങ്ങനൊന്നുമില്ല. പിന്നെ അക്ബർ PR പൊള്ളിയോ മുള്ളംകൊല്ലി വേലായുധന് അക്ബർ എന്നൊരു പേരിട്ടിരുന്നു, മുള്ളിക്കൊല്ലി വേലായുധം. അല്ലല്ല, അത് നെവിൻ, ഇത് മുള്ളിക്കൊല്ലി വേലായുധം എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ട് അനുമോളുടെ അക്ബറിന് നാരങ്ങ ഫൈറ്റ്, അതൊക്കെ കണ്ടന്റ് തപ്പാണ്, ചുമ്മാ വെറുതെ. രാവിലെ രാത്രി ഒരു സാധനം കിട്ടും, അതിന്റെ ദേഷ്യം ഉണ്ട്, മറ്റേത് കിട്ടാത്തതിന്റെ. പിന്നെ കൊട കാണാനില്ലാന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് പോയി പറഞ്ഞു, ലാസ്റ്റ് കൊടയും കിട്ടി. ഇന്ന് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായി. ഈ അനുമോള് മൈക്കൂരി വെച്ചിട്ട് ഈ PR-ന്റെ കാര്യം അതിലാണ് സംസാരിച്ചു കേട്ടോ. അത് ഫുള്ള് പൊട്ടത്തിയാണോ? ഏത് PR വിനുവിന്റെ ടൈം അല്ല, ബ്രോ ഇങ്ങനെ ചെയ്യണത്. ചെയ്തുകൊണ്ട് എനിക്ക് ഇപ്പം പറയില്ല, അതുകൊണ്ടാണ് അവൾ ഇത്രയും ദിവസം നിന്ന്, അതിലാണ് പിടിച്ചു നിന്നത്. അതുള്ളത് കൊണ്ടാണ് അവൾ 100 ദിവസം വരെ നിന്നെന്ന് പറഞ്ഞാൽ, അതുള്ളത് കൊണ്ടാണ് അവൾ 100 ദിവസം നിന്നു എന്ന പേര് എനിക്ക് വേണ്ട. അപ്പം എങ്ങനെ നമ്മൾ കളയും? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്കിതൊക്കെ, അതായത് അതുണ്ട്, PR ഉണ്ട്, അതുള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസം പിടിച്ചു നിന്നതെന്നുള്ള പേര് വരരുത്, അതെനിക്ക് ഇഷ്ടമല്ല. അതാണ് അനുമോള്. അപ്പൊ അനുമോള് ഏകദേശം അത് സാധനം സമ്മതിച്ചു അനുമോള്. ഓക്കെ, അപ്പൊ അതൊരു സൈഡിൽ പോകുന്നുണ്ട്. ഇനി അതല്ലാതെ ഈ PR പഠിപ്പിച്ചെടുക്കുമ്പോ ഇതെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ, മറ്റേ എന്താ പറയാ, പുറത്ത് പറയരുത്, അല്ല എന്നാലും പുറത്ത് പറയരുന്നുള്ള ബോധല്ലേ പറഞ്ഞോണ്ട് ഇപ്പൊ എന്തായി? അതുകൊണ്ട് ക്ലിയർ ആയോ? അപ്പൊ അനുമോക്ക് PR ഉണ്ട് എന്ത്? അത് ഞാൻ ചോദിക്കും, അനുമോക്ക് PR ഉണ്ട് എന്ത്? അനുമോള് കാശുണ്ട്, അനുമോള് നല്ല PR-നെ ഏൽപ്പിച്ചു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഇപ്പൊ ഞാൻ ഷോന് പോയി, എനിക്ക് PR വെച്ചു, പക്ഷെ ഞാനത് പറയാൻ പാടില്ലല്ലോ അവിടെ. അനുമോളെ ഗെയിം ആണെങ്കിലോ, ഈ സീസണില് എനിക്ക് PR ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു സീസണിൽ ഒരാളും കാണിക്കാത്ത ഒരു ഗട്സ് അനുമോള് കാണിക്കാന്നുണ്ടെങ്കിൽ അത് അനുമോളെ ഗെയിം ആണെങ്കിൽ ഇതിനെന്താ പ്രശ്നം? ബിഗ് ബോസ് എടുത്ത് പുറത്താക്കുവോ? ശരി, വന്നിട്ട് അനുമോളെ PR ഉണ്ടോ ഇറങ്ങിക്കോന്ന് പറയോ? ഇല്ലല്ലോ. പക്ഷെ ചോദ്യം ചോദിക്കണല്ലോ. എന്തിനു ചോദിക്കേണ്ട ആവശ്യം? ലാലേട്ടൻ എന്തിനാ ചോദിക്കണം? ഒരു കാര്യമില്ല ചോദിക്കണം, ഒരാളുടെ താല്പര്യമാണ്. ലാലേട്ടൻ എന്താ PR-ല്? അതൊക്കെ ഉണ്ട്, അതല്ല ഞാൻ പറഞ്ഞിങ്ങനെ പറയാൻ പാടുന്ന ചോദിച്ചത്. എന്താ അവിടെ PR-നെ കുറിച്ച് സംസാരിക്കുന്നത്? അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇല്ല, അതുകൊണ്ടല്ലേ മോർണിംഗ് ടാസ്ക് കൊടുത്തത്. മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് തന്നെ കൊടുത്തില്ലേ? അനുമോക്ക് PR ഉണ്ട്, എല്ലാവർക്കും PR ഉണ്ട്, സമ്മതിച്ചു. അക്ബറിനുണ്ട്. ഞാന് ഇത് വെറും അൺഒഫീഷ്യൽ കേട്ടോ, ഇത് ഞാൻ കളിച്ച് കണ്ട ജെനുവിൻ ആയിട്ടുള്ള എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അടുത്തത് നമ്മളുടെ ലക്ഷ്മി 2 ജെൻഡർ സ്ക്വാഡ് കുറെ കാലം സപ്പോർട്ട് ആഘോഷിച്ചു കൊണ്ടുവരുന്ന അവരുടെ ദ മോസ്റ്റ് ഡെക്കറേറ്റഡ് അയൺ ലേഡി ഇല്ല എന്തൊക്കെയായിരുന്നു. ഞാൻ അന്ന് മുതലേ പറയുന്നുണ്ട്, ലക്ഷ്മി എന്ന് പറയുന്നത് അവിടെ ഒരു നോർമൽ കുലസ്ത്രീ, അത്രേ ഉള്ളൂ.
അതിലും കൂടുതൽ അവർ ഭയങ്കര ഓവർ ടോക്സിക് ആയിട്ടൊന്നും എനിക്ക് അവരുടെ ബിഹേവിയർ തോന്നിയില്ല. ഇതുവരെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ, വളരെ എന്താ പറയാ പ്രോ കുലയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അതൊരു മോശം കാര്യമല്ല, അതൊരു ഇഷ്ടമാണ്, അവരുടെ താല്പര്യം. പക്ഷെ അവര് ഈ ആദില നോറയുടെ അടുത്ത് ചാടിക്കേറി കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞത് ദാറ്റ്സ് എ പ്രോപ്പർ സ്ക്രിപ്റ്റ് എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രീവിയസ് സീസണിലെ മറ്റേ 2 ജെൻഡർ സ്ക്വാഡിന്റെ ഒരു ബാക്കപ്പ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഏതെങ്കിലും സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് അടിക്കണം എന്ന് പറഞ്ഞു. അത് അവരടിച്ചു. പക്ഷെ അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അവര് പെട്ടുപോയി. അല്ല, മുന്നത്തെ സീസണിലേക്ക് മഞ്ഞക്കാടും ചുവന്നക്കാടും മറ്റേ നിലനിൽപ്പിന് വേണ്ടി പിന്നെ മിണ്ടിയ സമയത്തൊക്കെ വേറെ കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മിണ്ടരുത് എന്ന് പറഞ്ഞു. ശ്രമിച്ചിട്ടുണ്ട് അബി, പക്ഷെ അതിന് നമ്മളത് കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോ പിന്നെ അത് ഗെയിമിന്റെ സ്പിരിറ്റിനാണ് പോവുകയും ചെയ്തു. പിന്നെ അത് ഇപ്പോ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് വെക്കാം. നോക്കി, ഇത് ഈ 2 ജെൻഡർ സ്ക്വാഡിന്റെ ഒക്കെ ഒരു മൗത്ത് പീസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഹലോ എവ്രി വൺ, ഒരുപാട് പേർ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ, വീഡിയോ ഇടാത്തത് എന്താ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇത് അവർക്കുള്ള മറുപടിയാണ്. ലക്ഷ്മി സെപ്റ്റംബർ 9 പറഞ്ഞ ഇല്ല എന്ന നിലപാട് പറഞ്ഞതിൻ്റെ പേരിലും LGBT എഗെയിൻസ്റ്റ് ആയ വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിലുമാണ് ലക്ഷ്മിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ മുറുകെ പിടിക്കുന്ന ആശയം ഓർ നിലപാടുകൾ പറഞ്ഞതിൻ്റെ പേരിൽ ലക്ഷ്മി ഒരിക്കലും പുറത്തു പോകരുത് എന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ലക്ഷ്മി നിലപാടുകൾ ഉറച്ചു നിൽക്കാതെ നിലപാടുകളിൽ വ്യത്യാസം വരുത്തുന്നതായി കണ്ടതുകൊണ്ട് ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനമില്ല. നിങ്ങൾ ലക്ഷ്മിയുടെ ബിഗ് ബോസിലെ പ്രകടനം കണ്ടിട്ടുണ്ടോ? മറ്റു കാര്യങ്ങളെ മുൻനിർത്തിയോ അനുകൂലിച്ചോളൂ, പക്ഷേ ഇനി മുതൽ ആൻറ്റി LGBT നിലപാടുകൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ വോട്ട് ചെയ്യരുത്. അപ്പോൾ ലക്ഷ്മി ആഴ്ച മിക്കവാറും ചാടും. നിങ്ങളെ വോട്ട് ഇപ്പൊ എന്താ ചെയ്യാ? വേറെ ആർക്കെങ്കിലും കൊടുക്കുവോ? ഏത് ആ വോട്ടോ? വെറുതെ വോട്ട് കളയണ്ട, ആർക്കെങ്കിലും കൊടുത്താൽ ഉപകാരം ബാക്കിയുള്ളവർക്ക്. അടുത്ത കൊല്ലത്തിന്റെ അടുത്തേക്കും എന്തെങ്കിലും അക്ബർ ഖാൻ കിട്ടാനാ നാണമില്ലേ അക്ബറിന് വേണ്ടി വോട്ടരക്കാൻ? ഞാൻ അക്ബറിനൊന്നല്ല വോട്ടിരുന്നത്. പിന്നെ അല്ല, അവര് പാവങ്ങളെ കഷ്ടപ്പെട്ട് അവരെ വോട്ട് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കണ റിവ്യൂ തട്ടുണ്ടോ? ഞാൻ നിഷ്പക്ഷമായിട്ട് ആരെ ഭാഗവും നിൽക്കാതെ റിവ്യൂ പറഞ്ഞു പോകുമ്പോ ഈ അതിനിടയിൽ കൂടി വന്നിരുന്നിട്ടോ അക്ബറിന് മറ്റേ PR ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് യൂട്യൂബ് ചാനൽ മിസ്സിസ് ഫുൾ ഫൈൽ കൊണ്ടുപോയിട്ടോ അക്ബർ PR. രാവിലെ മുതൽ തുടങ്ങിക്കോ അക്ബർ ഉയർ അക്ബറിന് നൂഡൽ അക്ബറിന് ഞാൻ അക്ബറിനെ വോട്ട് ചെയ്യും പറഞ്ഞു തുടങ്ങിക്കോ. എന്താന്ന് അറിയാം, ഇന്ന് മറ്റേ ഇതിന്റെ സമയത്ത് എപ്പിസോഡ് കാണുമ്പോൾ അക്ബറിന്റെ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഒരു ചളിഞ്ഞ കോമഡി ആയിട്ടാ തോന്നി. മറ്റേ മിന്നലടിക്കുന്ന രസമുണ്ടായിരുന്നു. പക്ഷെ ഒരു മലങ്കലത്തെ സാധനമായിരുന്നു, പക്ഷെ രസമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു ചിരി വന്നു. പക്ഷെ ഇവളങ്ങനെയല്ല അട്ടകത്തിക്കായിരുന്നു. ചിരിക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. നെവിൻ പറഞ്ഞ ശരിക്കും ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ കോമഡി സാധനങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തഗ് കേൾക്കാനൊക്കെ. അതേപോലെ ആദിലടിക്ക് പറഞ്ഞ നല്ല രസമാണ്, നല്ല തగ్గടിക്കും. ആ വെറുപ്പിക്കൽ നല്ല രസമാണെന്ന് അറിയാം, എനിക്ക് ഇഷ്ടത്. അനീഷിനോടൊക്കെ പറയണത്. പരിപാടികൾ നിർത്തുന്നു.